നമ്മൾ എന്തായാലും സൂചിപ്പിച്ചു പോലെ കെ രമയെ പോലെയുള്ള MLA പ്രതിപക്ഷത്തിന് വലിയ പിന്തുണ ഈ സമരത്തിന് നൽകിയവരാണ്. കെ രമ പലപ്പോഴായി ആ സമരപന്തലിലേക്ക് എത്തുകയും അവർക്ക് ആശ്വാസമായി നിൽക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്തായാലും MLAയുടെ പ്രതികരണമാണ് കേട്ടത്. അമൽ, മറ്റ് MLAമാർ UDFന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവരൊക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം, അധിക ദൂരമില്ലെന്ന് തോന്നുന്നു അല്ലേ, മറ്റാരുടെയെങ്കിലും പ്രതികരണങ്ങൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? MLAമാരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ വിഷയം എന്തായാലും ഈ മാർച്ച് അല്പസമയങ്ങൾക്കകം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ AP അനിൽകുമാറുണ്ട് ഈ വിഷയത്തിൽ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പലവട്ടം സമരപന്തലിൽ എത്തിയ ഒരാളാണ്. ഇങ്ങനെ പ്രതിപക്ഷത്തിന്റെ MLAമാരുടെ സമരം തുടരുന്നു. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള ശ്രമം നടത്തുന്നു. ആശാവർക്കർമാർ 39 ദിവസമായി അവിടെ കിടക്കുന്നു. പക്ഷേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഗൗരവമായ ചർച്ചയും നടക്കുന്നില്ല. എങ്ങനെ ഈ സമരം എവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേരളം എന്ന് പറയുന്ന ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പോരാട്ടങ്ങൾ, ഒരുപാട് പ്രക്ഷോഭങ്ങൾ കണ്ട നാടാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തെ കാണാതെ പോകാൻ അവർക്ക് കഴിയില്ല. തീർച്ചയായിട്ടും ഈ സമരം ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത സമരമാണ്. ആശാ വർക്കർമാർ, ആശാ സഹോദരിമാർ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ഈ സമരത്തിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിജയത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ മാത്യു കുഴൽനാടൻ കൂടി ചേരുന്നുണ്ട്. മന്ത്രി ഇവിടെ നിന്നും ഡൽഹിക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ആരോഗ്യമന്ത്രിയെ കാണാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആശാപ്രവർത്തകർ പറയുന്നത് ഇതൊക്കെ ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷവും കാണുന്നത്. അല്ല, മന്ത്രി ഈ കാര്യത്തിൽ ഡൽഹിക്ക് പോയി എന്നത് കേവലം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കോണ്ടെക്സ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവരുന്ന വേണ്ടി പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അവർ മറ്റു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിക്ക് പോയി എന്നുള്ളതാണ്. അവർ ഡൽഹിക്ക് പോകുന്നതിനേക്കാൾ പ്രധാനം അവർ ആശമാരുമായി ചർച്ച നടത്തിയപ്പോൾ സർക്കാരിൻ്റെ സമീപനത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, സർക്കാരിൻ്റെ സമീപനത്തിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ അവരെ സമരം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഡൽഹിക്ക് പോയി എന്ന് പറയുന്നതിനേക്കാളും ഈ സമരത്തോട് സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ സമരം അവസാനിപ്പിക്കാത്തതും ശക്തമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകുന്നു. അതുകൊണ്ട് മന്ത്രിയുടെ പോക്ക് അവർ ആശമാർ പറയുന്ന പോലെ തന്നെ ഒരു പ്രഹസനമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതാണ് മന്ത്രിയുടെ ഡൽഹിയിലേക്കുള്ള പോക്കിനെ പ്രഹസനം എന്നുള്ളതാണ് ഇപ്പോൾ ഈ MLAമാർ വിശേഷിപ്പിക്കുന്നത്. CR മഹേഷ് സംസാരിച്ച ഒരാളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആശാ പ്രവർത്തകർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. മന്ത്രിയൊക്കെ ഇപ്പോഴും പറയുന്നത് വളരെ കുറച്ച് ആശമാർ മാത്രമാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ഭൂരിപക്ഷം ആളുകളും സർക്കാർ പറഞ്ഞത് വിശ്വാസത്തിലെടുത്ത് ഈ സമരത്തിൽ നിന്നുമെല്ലാം പിന്മാറി എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണോ ഈ താഴെത്തട്ടിലൊക്കെ കരുനാഗപ്പള്ളിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലെ ആശാ വർക്കർമാരൊക്കെ ഏത് തരത്തിലാണ് ഈ സമരത്തോട് പ്രതികരിക്കുന്നത്? ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള ഒരു സമീപനം കൊണ്ട് സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനം നമുക്ക് മനസ്സിലാവും. സർക്കാർ പുറംകാല് കൊണ്ട് തൊഴിലാളികളെ തൊഴിക്കുന്ന ഒരു സർക്കാരായി കേരളം ഭരിക്കുന്ന സർക്കാർ മാറിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ സമരത്തോട് പുച്ഛം, വിയർപ്പിനോട് പുച്ഛം, അധ്വാനിക്കുന്ന ജനവിഭാഗത്തോട് പുച്ഛം. അത് തൊഴിലാളി വിരുദ്ധ നിലപാടുമായിട്ട് തൊഴിലാളികളുടെ വിയർപ്പിൽ നിന്നും പടുത്തുയർത്തിയ ഒരു സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ആ സർക്കാരിൻ്റെ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ആശാവർക്കർമാരാണ് സമരം ചെയ്യുന്നതെങ്കിലും കേരളത്തിലെ മുഴുവൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഈ സഹോദരിമാരുടെ സമരത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CR മഹേഷിന്റെ പ്രതികരണമാണ് കണ്ടത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണയുള്ള ഒരു സമരമാക്കി ഈ സമരത്തെ മാറ്റാൻ ആശാവർക്കർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.